ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെട്ടത് തകർന്നു പോകുന്നുവെന്ന് ഭയപ്പാടോടെ കണ്ടൊരു രംഗമായിരുന്നു. പക്ഷേ വലിയ നവീകരണം, അതേപോലെ തന്നെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ശാക്തീകരണം, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ വ്യാപനം, ഇവയിലൂടെയൊക്കെ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കാനാണ്. അപ്പോൾ വികസനവും ക്ഷേമവും പരസ്പര വിരുദ്ധമല്ല, പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളാണ് എന്ന് നമുക്ക് വീണ്ടും തെളിയിക്കാനായി എന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക മുന്നേറ്റ ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹ്യ അടിത്തറ, ഇവയെല്ലാം ചേർന്നാലാണ് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനാവും. ആ അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ നമ്മുടെ യുവതലമുറയാണ്. നമ്മുടെ യുവാക്കൾ കൂടുതൽ നല്ല അവസരങ്ങൾ തേടി പുറത്തേക്ക് പോകേണ്ടി വരാറുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ലോകോത്തര അവസരങ്ങൾ സ്വന്തം നാട്ടിൽ തന്നെ സൃഷ്ടിക്കുന്ന ഘട്ടത്തിലേക്കാണ് നാം കടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്തരം ഒരു ഘട്ടത്തിലേക്ക് യുവതലമുറയും മാറുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും നല്ല നൈപുണ്യവും അതിനനുസരിച്ചുള്ള തൊഴിൽ സാധ്യതകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉയർന്നു വരാൻ പോവുകയാണ്. ഇവിടെ പുതിയ സാങ്കേതിക വിദ്യകളും സ്റ്റാർട്ടപ്പ് സാധ്യതകളും ആഗോള നിക്ഷേപങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ യുവതലമുറയാണ് ലക്ഷ്യമിടുന്നത്. വിദ്യാഭ്യാസം മുതൽ തൊഴിൽ സൃഷ്ടി വരെ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ ഇടപെടലുകളും നമ്മുടെ യുവതയുടെ കഴിവുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. യുവാക്കളുടെ സ്വപ്നങ്ങൾ, ഈ നാടിൻ്റെ വളർച്ച, ഇത് തമ്മിലുള്ള ബന്ധം, യുവാക്കളുടെ സ്വപ്നവും നാടിൻ്റെ വളർച്ചയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്ന ഒരു പുതിയ സാഹചര്യം രൂപപ്പെടുകയാണ്. നമ്മൾ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ നല്ല ആത്മവിശ്വാസമാണ് നമുക്ക് നൽകുന്നത്. വരാനിരിക്കുന്ന വർഷങ്ങൾ കേരളത്തിനായി കൂടുതൽ സാധ്യതകളുടെ വാതിൽ തുറക്കുന്നതാണ്. ഈ മുന്നേറ്റം നിലനിർത്താൻ, ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാനും തുടർച്ചയും സ്ഥിരതയും ആവശ്യമാണ്. ദീർഘകാല പദ്ധതികൾ പൂർത്തിയാക്കണം. നിക്ഷേപകരുടെ വിശ്വാസം നിലനിൽക്കണം. വികസനത്തിൻ്റെ വേഗത വർദ്ധിക്കണം. ഇതിനെല്ലാം ഭരണസ്ഥിരത നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാത്രം കാണേണ്ട
ഒരു കാര്യമല്ല. കേരളം കൈവരിച്ച പുരോഗതിയെ കൂടുതൽ ശക്തിപ്പെടുത്തണോ, അല്ല അതിന് ഇടവേള വേണോ? ഇത് സംബന്ധിച്ചുള്ള ഒരു സാമൂഹിക തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. സമഗ്രമായ വികസനം, സാമൂഹ്യ നീതി സംബന്ധിച്ച കൃത്യമായ കാഴ്ചപ്പാട്, സാമ്പത്തിക ശക്തി, ഇവയുടെ സമന്വയത്തിലൂടെ മുന്നേറുന്ന ഒരു കേരളമാണ് നാം ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ വിശ്വാസവും സഹകരണവും തന്നെയാണ് ഈ യാത്രയുടെ കരുത്ത്. ആ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തി യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന എല്ലാ വിഭാഗങ്ങൾക്കും അവസരവും സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു കേരളം നിർമ്മിക്കാനുള്ള ആത്മവിശ്വാസത്തോടെയാണ് നാം മുന്നോട്ട് പോകുന്നത്.